ഇന്ന് ഒരു ലോങ് വീഡിയോ ആണ്. നമ്മുടെ സപ്താഹത്തിൻ്റെ ആറാട്ട് ദിവസം, അതായത് ലാസ്റ്റ് ദിവസത്തെ വീഡിയോ കുറേ ഞാൻ എടുത്തു വെച്ചു, പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ ഇന്ന് നമുക്ക് ലോങ് വീഡിയോ കാണാവേ. രാവിലെ ഞങ്ങൾ ചെന്നപ്പോൾ ആൾക്കാരും വന്നില്ല. അപ്പോൾ വേണ്ട എൻ്റെ അനിയത്തിയുടെ മോൻ വിഘ്നേഷാണ്, ആലപ്പുഴയിൽ നിന്ന് വന്നതാണ്. ചെണ്ടമേളത്തിൻ്റെ കൂടെ നവനീതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ എല്ലാ വർഷവും അവർ വരാറുണ്ട്. അപ്പോൾ വിഘ്നേഷാണ്, രണ്ടുപേരും ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. നമ്മുടെ ഗൗരിയുടെയും പാറുവിൻ്റെയും തേജുവിൻ്റെയും നവനീതിൻ്റെയും ഒക്കെ കേട്ടോ. ഇത് നമ്മുടെ കൊല്ലത്തുനിന്ന് അന്ന് എന്നെ വീഡിയോ കോൾ ചെയ്തൊരു കുഞ്ഞു വാവ ശിവാംശ് വിളിക്കുമെന്ന് പറഞ്ഞില്ലേ, ആ ശിവാംശ് വാവയുടെ അച്ഛനാണ് കേട്ടോ. അപ്പോൾ മേളത്തിന് വന്നതാണ്, നവനീതിൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ നവനീതിൻ്റെ കൂട്ടുകാരന്മാരാണ് ഇവരെല്ലാവരും കേട്ടോ. ഇത് നമ്മുടെ വിഘ്നേഷാണ്, എൻ്റെ അനിയത്തിയുടെ മോൻ, ആലപ്പുഴയിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പം ഞങ്ങൾ മാറിയും തിരിഞ്ഞൊക്കെ അങ്ങോട്ട് വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങിയെടുക്കുക. എന്ന് വെച്ചാൽ ആളൊന്നും വന്നില്ല. ഞങ്ങൾക്ക് പിന്നെ വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ വന്നു. ഭാഗവതം വായന കേട്ടില്ലേ, അത് നമ്മുടെ ചേട്ടനാണ് കേട്ടോ, രാമനാഥൻ ചേട്ടൻ. മോഹൻ ചന്ദ്ര റാവു എന്നാണ് യഥാർത്ഥ പേര്. ഞാൻ രാമനാഥൻ വെറുതെ കളിയാക്കിയതാണ് കേട്ടോ. ഞാൻ നാഗവല്ലി എന്ന് പറയുമ്പോൾ രാമനാഥൻ സ്വാഭാവികമായിട്ട് വരും, അതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്. അപ്പോൾ വേണ്ട കുറേ പേരിരുന്ന് ഉച്ചത്തേക്കുള്ള വാഴ ഇലയൊക്കെ വെട്ടുകയാണ്. കുറേ പേരിരുന്ന് തുളസി ഇല എടുക്കുകയാണ് അകത്തേക്കും, പിന്നെ സപ്താഹ മണ്ഡപത്തിലേക്കൊക്കെ അർച്ചന ചെയ്യാനും പൂജ ചെയ്യാനൊക്കെ തുളസി ദളം എടുക്കുകയാണ്. പിന്നെ ഞാനൊക്കെ ഇരുന്ന് ഞങ്ങൾ കുറേ പൂവുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സാധാരണ എല്ലാ വർഷവും കുറേ പൂമാല കൊടുക്കുന്നതാണ്. ഇന്നലെ തന്നെ ഞാൻ കുറേ കൊടുത്തു കേട്ടോ, അതുകൊണ്ട് ഇന്ന് കെട്ടാനായിട്ടൊന്നുമില്ല. എന്തായാലും ശരി, ഞാനിങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ അതേണ്ട അകത്തുനിന്ന് എനിക്ക് കുറേ റോസാപ്പൂ കൊണ്ടുവന്നിട്ട് പറഞ്ഞ് കലശത്തിൽ ഇടാൻ വേണ്ടി ഒരു മാല കെട്ടിത്തരുമോയെന്ന് വെച്ചാൽ, അങ്ങനെ ഞാനിരുന്ന് റോസാപ്പൂ മാല ഞാൻ അന്ന് കാണിച്ചില്ലേ, ആ റോസാപ്പൂ മാല കെട്ടുകയാണ്. അപ്പോൾ റോസാപ്പൂ മാല കെട്ടുന്നത് കുറേ പേര് എൻ്റെ അടുത്ത് വീഡിയോ ഇടണേന്ന് പറഞ്ഞായിരുന്നു. ഓരോ പ്രാവശ്യം ഞാൻ വീഡിയോ എടുക്കും കേട്ടോ, പക്ഷേ ക്ലിയർ ആകാത്തതുകൊണ്ട് പിന്നെ അങ്ങ് ഡിലീറ്റ് ആകും. ഇനി ഞാൻ കറക്റ്റ് നല്ലതുപോലെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ മാല കെട്ടി വീഡിയോ ഇടാവേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ദിവസം ഒരു മാലയെങ്കിലും അല്ലെങ്കിൽ ആഴ്ചയിലെങ്കിലും ഒരു മാല കെട്ടി ഭഗവാൻ അവരവരെ അമ്പലത്തിൽ കൊണ്ടിടാം കേട്ടോ. സപ്താഹത്തിൻ്റെ പ്രധാന ആചാര്യൻ ബ്രഹ്മശ്രീ ദേവാനന്ദ വാദ്യാർ കോട്ടയം. അദ്ദേഹമാണ് എല്ലാ വർഷവും, ഇപ്പോൾ ഒരു 28 വർഷം, ഇത് 28ാമത്തെ സപ്താഹമാണ്. ഈ 28 വർഷവും അദ്ദേഹമാണ് ഇവിടെ സപ്താഹം പാരായണം ചെയ്യാൻ വരുന്നത്. മലയാളമല്ല വായിക്കുന്നത്, നമ്മുടെ സപ്താഹത്തിൻ്റെ തന്നെ സംസ്കൃതം മൂലം ആണ് വായിക്കുന്നത് ഇവിടെ. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട് ആർക്കും മനസ്സിലാകത്തില്ല. പിന്നെ ഞങ്ങളുടെ കൊങ്കിണിയിൽ കഥകളൊക്കെ വായിച്ചതിന് ശേഷം കഥകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരും. ഞങ്ങളുടെ ഈ സംസ്കൃതം മൂലം ഭാഗവതം ബുക്കുണ്ട്. ഞങ്ങളുടെ 25ാമത്തെ വിവാഹ വാർഷികത്തിന് തിരുവല്ലയിൽ ഞങ്ങളുടെ കൂട്ടുകാരൻ സുരേഷ് ചേട്ടനും ഭാര്യ ശാന്തി ചേച്ചിയും കൂടെ ഞങ്ങൾക്ക് തന്ന ബുക്കാണ്. അതാണ് ഇപ്പോൾ ചേട്ടൻ ഇപ്പോൾ കുറേ വർഷം കൊണ്ട് അമ്പലത്തിൽ ഇരുന്ന് വായിക്കും. അപ്പോൾ ഇനി നവനീതിൻ്റെയൊക്കെ പഞ്ചാരി മേളം നമുക്ക് കേൾക്കാം. ഞാനിപ്പോൾ പഞ്ചാരി മേളം ഇതിനകത്ത് ഇട്ടാലും കോപ്പിറൈറ്റ് ആവും, അതുകൊണ്ട് ഞാൻ പഞ്ചാരി മേളം സ്പീഡിലാണ് ഇടുന്നത്. അല്ലാതെ അവർ ശരിയായിട്ട് തന്നെ വായിക്കുന്നത്, ഞാൻ സ്പീഡ് കൂടി ഇടുന്നതുകൊണ്ട് പഞ്ചാരി മേളത്തിൻ്റെ കറക്റ്റ്. ഇനി നമുക്ക് സപ്താഹത്തിന് മറ്റു വിശേഷങ്ങൾ കാണാം. അതായത് രഥം അലങ്കരിച്ച് ഭഗവാനെയും അതിനകത്ത് അലങ്കരിച്ച് ആറാട്ടുകുളത്തിൽ പോയി ആറാട്ട് കഴിഞ്ഞൊക്കെ വരുന്നതും സദ്യ കഴിക്കുന്നതും ഞങ്ങൾ തുള്ളുന്നതൊക്കെ വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ വീഡിയോ കാണാം.
സപ്താഹത്തിൻ്റെ ആറാട്ടും കഴിഞ്ഞ് ഞങ്ങളുടെ തുള്ളലും കഴിഞ്ഞ് സദ്യ ഊണൊക്കെ കഴിഞ്ഞ് ഇനി വൈകുന്നേരം അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നേ. പൊതുയോഗവും പിന്നെ രാത്രിയിൽ കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എവിടെയാണോ നമ്മുടെ ഗ്രാമദേവനെ മുഖ്യമായിട്ട് കണ്ട് അദ്ദേഹത്തിന് വേണ്ട ഉപചാരങ്ങളൊക്കെ ചെയ്ത് നമ്മളത് കഴിയുന്ന രീതിയിൽ ഓരോ വർഷവും അത് മേൽക്കുമേൽ വർദ്ധിച്ചു വന്നപ്പോൾ ഭഗവാന്റെ ഐശ്വര്യം അത്ര കണ്ട് നമുക്ക് ഓരോരുത്തർക്കും ചൊല്ലി തന്നതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ സ്ഥിതിയിൽ നമുക്ക് നിൽക്കാൻ സാധിക്കുന്നത്. പൊതുയോഗത്തിന് കുറേ പേര് പ്രസംഗിക്കാനൊക്കെ ഉണ്ടായിരുന്നു, ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ വീഡിയോ ഫുള്ളായി, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് എടുക്കാത്തത്. അതൊക്കെ കഴിഞ്ഞ് ഇത് നമ്മുടെ ഗൗരിയുടെ ഫോണിൽ എടുത്ത വീഡിയോ ആണ് ബാക്കിയെല്ലാം. അപ്പോൾ രാത്രിയിലത്തേക്കുള്ള പ്രസാദങ്ങളൊക്കെ ഞങ്ങൾ ചേട്ടനും ജയന്തി ചേട്ടത്തി ഒന്നി എന്നാണ് ഞങ്ങൾ കൊങ്കിണിയിൽ പറയുന്നത്, ചേട്ടത്തി എന്നാണ് മലയാളത്തിൽ കേട്ടോ. ജയന്തി ഒന്നിയും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തതിന് ശേഷം രാത്രി കഞ്ഞിയും പയറുമായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇത് നമ്മൾ ടാഗ് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്രോക്കാണ് ആ കറുത്തത്. ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ഉണ്ട്. എല്ലാവരും അപ്പോൾ വിശേഷങ്ങൾ എന്താണ്ടൊക്കെയോ പറഞ്ഞ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.